ടെൻഡർ ക്ലിനിക് മേലാറ്റൂർ. ഇന്നൊരു ഓർത്തോഡോണ്ടിക് ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനായിട്ട് ഞാൻ നിങ്ങൾ ചില കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഓർത്തോഡോണ്ടിക്സിൽ എല്ലാ ട്രീറ്റ്മെൻറ്റുകളും അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൽ ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ ഉത്തരം ബിഗ് നോ എന്നുള്ളതാണ്. സിമ്പിൾ കേസുകളെ നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. ഓർത്തോഡോണ്ടിക് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് എ ഫിക്സഡ് അപ്ലയൻസ്. അതൊരു ഫാക്റ്റാണ്. അത് സ്പെഷ്യാലിറ്റി ഡോക്ടേഴ്സ് പറയുന്നത് ശരിയാണത്. ഒരിക്കലും ഫിക്സഡ് ഓർത്തഡോ എന്ന് പറയുന്നത് ഒരു ഓർത്തോഡോണ്ടിക് ട്രീറ്റ്മെൻറ്റ് അല്ല. ഫിക്സ്ഡ് ഓർത്തോ അല്ല ഓർത്തോഡോണ്ടിക്സ്. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് ഡയഗ്നോസിങ് ആണ്. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. ഒരാളുടെ ബ്യൂട്ടി കൺസെപ്റ്റിനകത്ത് ഓർത്തോയുടെ പങ്ക് ചെറുതല്ല. ആ ബ്യൂട്ടി നീഡ്സ് ഇന്ന് ജനത്തിനുണ്ടോ അവിടെ എല്ലാം ഓർത്തോക്ക് പോസിബിലിറ്റീസ് ഉണ്ട്. കോസ്മെറ്റിക് ട്രീറ്റ്മെൻറ്റുകൾ മാത്രമല്ല, ഓർത്തോ ട്രീറ്റ്മെൻറ്റുകളും ബ്യൂട്ടി കൺസെപ്റ്റിൻ്റെ ഭാഗമാണ്. ഇത് നിങ്ങൾ പ്രോപ്പറായിട്ട് കേസ് ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അപ്പോൾ യു സ്റ്റഡി ബിഫോർ ഡൂയിങ് സിമ്പിൾ കേസസ് ഓർത്തോ. ഇനി എന്താണ് ഓർത്തോയിൽ ഒരു വയറിൻ്റെ എവല്യൂഷൻ? ഇപ്പം ഞാൻ നിങ്ങളിൽ വെച്ചിരിക്കുന്ന ഈ വയസ്സിൻ്റെ അതിനകത്ത് ഇത് 2 ടൈപ്പ് മെറ്റീരിയൽസ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഒന്ന് നിറ്റിനോൾ, രണ്ടാമത്തത് സ്റ്റെയിൻലെസ് സ്റ്റീൽ. അപ്പം മെറ്റീരിയൽ വൈസ് 2 എണ്ണം ഉണ്ട്. നിറ്റിനോളുണ്ട്, സ്റ്റെയിൻലെസ് സ്റ്റീലുണ്ട്. ഇനി ഷേപ്പ് വൈസോ 3 എണ്ണം ഉണ്ട്. ഒന്ന് റൗണ്ട് ഷേപ്പാണ്, ഒന്ന് റെക്റ്റാങ്കുലർ ഷേപ്പാണ്, ഒന്ന് റെക്റ്റാങ്കുലർ ഷേപ്പ് വിത്ത് കീ ഹോൾ ലൂപ്സ് അല്ലെങ്കിൽ ടി ലൂപ്പ് കൊണ്ട ഈ വയറാണ്. അപ്പോൾ എങ്ങനെയാണ് ഒരു വയർ ഓർത്തോ ട്രീറ്റ്മെൻറ്റിൽ എഫക്റ്റീവ് ആവുന്നു എന്നുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ഒരു ഇൻഫർമേഷനാണ് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. നിറ്റിനോൾ എന്ന് പറയുന്ന വയറിൻ്റെ എലാസ്റ്റിസിറ്റി എന്ന പ്രോപ്പർട്ടിയും മെമ്മറി എഫക്റ്റീവ് എന്ന് പറയുന്ന പ്രോപ്പർട്ടീസും ഡിഫറെൻ്റ് റേഡിയസിൽ O2, O12, O14, O16 എന്ന റേഡിയസിലും റെക്റ്റാങ്കുലർ വയർ എന്ന് പറയുന്ന ഷേപ്പിലും, അതും 1722, 1622, 1822, 1922 എന്ന് പറയുന്ന ഷേപ്പിലും നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടിയിൽ വരുന്ന മാറ്റം, അതാണ് നമ്മൾ ഓർത്തോഡോണ്ടിക്സിൽ ഉപയോഗിക്കുന്നത്. എവിടെ ഉപയോഗിക്കണം എന്നറിയണമെങ്കിൽ എന്തറിയണം? നമുക്ക് പ്രോപ്പർ ഡയഗ്നോസിങ് അറിയണം. ഞാൻ മുമ്പ് നിങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഡയഗ്നോസിങ് 3 വ്യൂവിലായിട്ട് നമുക്ക് കാണണം. സ്കെലിറ്റലി കാണണം, ഡെന്റലി കാണണം, സോഫ്റ്റ് ടിഷ്യൂ കാണണം, ഹെറിഡിറ്ററി കാണണം, പെരിഡോണ്ടലി കാണണം. സോ വാസ്റ്റ് നോളജ് ഓഫ് സബ്ജക്റ്റ് ഈസ് മാൻഡേറ്ററി ഇൻ ഓർത്തോഡോണ്ടിക് ട്രീറ്റ്മെൻറ്റ്. ഇപ്പം ഞാൻ നിങ്ങളോട് പറയുന്നത് ഈ വയർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. നമ്മുടെ ഈ ഉപയോഗം എന്താണോ, ഒരു കണ്ടീഷൻസിൽ നമുക്ക് വയറിൻ്റെ ഉപയോഗം എന്താണോ അതിനനുസരിച്ചുള്ള വയറാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് അലൈൻമെൻ്റ് ആണെങ്കിൽ അവിടെ നമുക്ക് 2 വയർ ഉപയോഗിക്കാം. നിറ്റിനോൾ വയർസ് ഉപയോഗിക്കാം, SS വയർ ഉപയോഗിക്കാം. ബട്ട് നിറ്റിനോൾ ഇസ് ബെസ്റ്റ്. എന്താണ്? മെമ്മറി എഫക്റ്റ്. ആ വയറിൻ്റെ ഒരു ഷേപ്പ് നമുക്ക് ഏത് ഷേപ്പിലോട്ട് മാറ്റുകയാണെങ്കിലും ആ വയർ അത് അതിൻ്റെ ഒറിജിനൽ ഷേപ്പിലോട്ട് മാറും. ഈ മെമ്മറിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? നമ്മൾ അലൈൻമെൻറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ വൺസ് അലൈൻഡ് ആയി കഴിഞ്ഞാൽ പിന്നെ നിറ്റിനോളിന് ഓപ്ഷൻ ഇല്ലേ? ഉണ്ട്. അലൈൻമെൻറ്റ് സ്റ്റേജ് കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്റ്റേജാണ് സ്റ്റെബിലൈസേഷൻ. ആ സ്റ്റെബിലൈസേഷൻ നമ്മൾ എന്ത് വേണം? നിറ്റിനോൾ വയർ മാറ്റി SS വയറിലോട്ട് പോകണം. അപ്പോഴാണ് നമ്മൾ SS4, O14, O16 ഒക്കെ ഉപയോഗിക്കുന്നത്. അതിന് ശേഷം വേണം നമ്മൾ ഇതിലോട്ട് പോകണമെങ്കിൽ റെക്റ്റാങ്കുലർ വയറിലോട്ട് പോകണമെങ്കിൽ. അപ്പോൾ നമുക്ക് ചോദിക്കാം, റെക്റ്റാങ്കുലർ വയറിൽ SS ആണോ നിറ്റിനോൾ ആണോ ഏറ്റവും നല്ലത്?
Depends on the case. If you want the memory effect again, need to know rectangular is indicated. If you don't want the memory effect, you can go for SS rectangular. SS rectangular ഉപയോഗിക്കുമ്പോൾ അതിന് രണ്ട് വേരിയേഷൻസ് ഉണ്ട്. ഒന്ന് നിങ്ങൾക്ക് പറയാം കീ ഹോൾ ലൂപ്പ് ആൻഡ് ടി ലൂപ്പ് വയർസ്. ദിസ് എ കീ ഹോൾ ലൂപ്പ് വയർ. ഈ ലൂപ്പ് വയറിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ക്യാൻ മേക്ക് ആക്ടിവേഷൻ ഓൺ ദ വയർ ഇറ്റ് സെൽഫ്, അല്ലെങ്കിൽ ഹൊറിസോണ്ടലി ആൻഡ് വെർട്ടിക്കലി. ഇഫ് യു വാണ്ട് ഇൻട്രൂഷൻ you can use this vent with a special type of plier. Okay, so first you know the subject, you categorize the patients. Is it done by general dentist or is it done by the specialities? കാരണം സ്പെഷ്യാലിറ്റീസിന് അവരുടേതായ സ്പേസ് ഉണ്ട്. ദാറ്റ് ഈസ് എ ഫാക്ട്. യു ഡോണ്ട് treat all the cases, you can do only the simple cases. സിമ്പിൾ കേസ് എല്ലാ കോംപ്ലിക്കേഷൻസ് കേസും എടുത്താൻ പോകരുത്. കാരണം അത് സംബന്ധമായുള്ള ഇൻഫർമേഷൻ ആർക്കേ കൂടുതലുള്ളൂ? ഓർത്തഡോണ്ടിസ്റ്റിനുള്ളൂ. അവരതിനകത്ത് മാത്രം സ്പെഷ്യലൈസ്ഡ് ആണ്, മറ്റതിനകത്തൊന്നും അവർ കോൺസെൻട്രേഷൻ അല്ല. ഹീ സ്പെഷ്യലൈസ്ഡ് ഇൻ ഓർത്തഡോണ്ടിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീ സ്പെഷ്യലൈസ്ഡ് ഓൺലി ഇൻ ഓർത്തഡോണ്ടിക്സ്, നോട്ട് ഓൾ ഇൻ ദ aspects of the dentistry. ആ ഓർമ്മ വെച്ചിട്ട് നമ്മൾ പറയണം, as a dental dentist we cannot specialize in the ortho in general practice. We have our own space only. You can do simple cases, you can delegate what complicated and tough cases. അപ്പോൾ വയസ്സിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയുന്നത്. ഇനി എങ്ങനെ ഇത് ഉപയോഗിക്കണമെന്നും എവിടെ ഇത് ഉപയോഗിക്കണമെന്നും പറയുന്നതിന് മുമ്പ് യു ഷുഡ് ഹാവ് എ സൗണ്ട് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് കേസ് ഹിസ്റ്ററി ഇൻ ഓർത്തഡോണ്ടിക്സ്. ഒരു ഓർത്തഡോണ്ടിസ്റ്റ് സ്പെഷ്യാലിറ്റി ഒരു കേസ് നോക്കുമ്പോൾ അവരുടെ മനസ്സിൽ മിന്നിമറിയുന്ന 60-70 പോയിന്റ്സുകൾ, 10-100 പോയിന്റ്സുകളുണ്ട്. അത് അവരുടെ ഫീൽഡിൽ അവരുടെ നോളേജിൽ കിട്ടിയതാണ്. വി ക്യാൻ അക്വയർ ദ നോളേജ് ബൈ ഡൂയിങ് ദ സെയിം informations, by studying the same information one by one. അതുകൊണ്ട് you study the complications and you can do simple cases and you go ahead and practice. കാരണം as a general dentist we cannot deliver all the speciality to the specialist. അപ്പോൾ നമുക്ക് അവിടെ സ്പേസ് ഇല്ലാതെ പോകും. Extraction for general surgeons, oral extraction to the oral surgeon, orthodontist for the orthodontist specialist, scaling for the perio specialists, filling for the conservatives, RCT for endo specialities. Then what is the space of you? Are you a traffic police to give the direction to this way and this way? അതുകൊണ്ട് നോർമൽ സിമ്പിൾ കേസസ് നിങ്ങളെ ഫീൽഡിൽ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഏബിൾ ആവണം. അതാണ് ഞാൻ നിങ്ങൾക്ക് പറയുന്ന സ്പേസ്. അവിടെ എന്തെല്ലാം നമുക്ക് പഠിക്കണം, സിമ്പിൾ കേസ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി എന്തെല്ലാം പഠിക്കണം, അത് നമ്മൾ സയൻറ്റിഫിക് ആയിട്ട് ചെയ്യണം. എന്തെങ്കിലും പ്രോബ്ലംസ് വന്നാൽ നമ്മളത് നമ്മുടെ ഓർത്തഡോണ്ടിസ്റ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തണം, അതിന് വേണ്ടത് ചെയ്യണം. കാരണം അറിവെന്ന് പറയുന്നത് അത് ഒരാളിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്നതല്ല, നമ്മളുടെ കർമ്മം കൊണ്ട്, നമ്മുടെ ആക്ഷൻ കൊണ്ട് നമ്മൾ നേടിയെടുക്കേണ്ട ഒന്നാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഓർത്തോ ഡയഗ്നോസിങ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിലോട്ട് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. എൻ്റെ യൂട്യൂബിൽ അതുണ്ട്. യെസ്, ഐ എം ഡോക്ടർ അലി അരിമ്പ്രാസ്, ഡെന്റൽ ക്ലിനിക്. ആസ് എ കൺക്ലൂഷൻ ഐ ഗിവ് യു വൺ തിങ്. We as a general dentist, we are sailing our skill. ഓരോ സ്കില്ലും ഈസ് ലൈഫ് ചേഞ്ചിങ്. ഈ സ്കില്ല് ഒരു ഡെന്റിസ്റ്റിന് പല സ്കില്ലുകളാണുള്ളത്. 10, 15, 20 സ്കില്ലല്ല.
ഓരോ ഇൻഫർമേഷൻസും നമ്മളെ സംബന്ധിച്ചിടത്തോളം മണി വർത്താണ്. അത് പേഷ്യൻസിന് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന രൂപത്തിൽ നിങ്ങളെ ലൈഫ് ചേഞ്ചിങ്, നിങ്ങളുടെ പ്രാക്ടീസ് ചേഞ്ചിങ് ചെയ്യുന്ന ഒരു ടോപ്പിക്സായിട്ട് നിങ്ങൾ ഉൾക്കൊള്ളുക. അതിന് നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നൽകുന്നു. ഓക്കെ, ഐ എം ഡോക്ടർ യുവർ അലി അരിമ്രാസ് ഡെന്റൽ ക്ലിനിക്, മേലാറ്റൂർ. ഹൈ ബൈ. താങ്ക് യു.